ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി രാവിലത്തെ മോർണിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ മോർണിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കാണിച്ചല്ലോ രാവിലെ ഒരു 5:45 ആയപ്പോഴാണ് എണീറ്റത് കേട്ടോ. പിന്നെ ഒന്ന് ഫ്രഷായൊക്കെ വന്നപ്പോഴത്തേക്കും 5:20 5:30 ആവാനായിട്ടുണ്ടായിരുന്നു. നേരെ വന്നു. ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് ചൂടായോണ്ടിരിക്കുകയാണ്. അരി ഞാനവിടെ കഴുകി പച്ചവെള്ളം കൊണ്ട് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പൊട്ടിക്കല്ലിൽ പോയപ്പോൾ അമ്മയ്ക്ക് ഉണക്കമീൻ തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അരിഞ്ഞ് വെള്ളത്തിലിട്ടതാണ്. പിന്നെ ഇത് രാത്രി പയറും നേന്ത്രക്കായല്ലേ അത് രണ്ടും കൂടെ കഴുകി അരിഞ്ഞ് നമ്മൾ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. രാവിലത്തേക്ക് അരിഞ്ഞ ആ ഒരു സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി തന്നെ അതവിടെ റെഡിയാക്കി വെച്ചത്. ഉണക്കമീനൊക്കെ ഞാൻ രാവിലെ തന്നെ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. അതൊന്നും പിന്നെ കാണിച്ചില്ല. പിന്നെ അപ്പോൾ വെള്ളം ചൂടാവണേ ഉള്ളൂ. പച്ചവെള്ളം കൊണ്ട് നന്നായിട്ട് അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കൊടുത്ത് കഴുകിയിട്ട് അരിയിടും. അപ്പോൾ നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു, കുറച്ച് മൈദപ്പൊടി, രണ്ടും കൂടെ കുറേശ്ശെ എടുത്തിട്ട് ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ട. അപ്പം വെറുതെ അങ്ങനെ ഒഴിച്ചങ്ങനെ അപ്പം ഉണ്ടാക്കുക. അപ്പോൾ രണ്ട് പൊടിയും ഞാൻ എപ്പോഴും ഗോതമ്പ് പൊടിയാണെങ്കിലും മൈദപ്പൊടിയാണെങ്കിലും കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ അരിച്ചിട്ട് തന്നെയാണ് കുപ്പിയിൽ ഇട്ട് വെക്കൽ കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ രണ്ടും ഞാൻ അരിച്ചിട്ടാണ് എടുക്കണത്. ഗോതമ്പ് പൊടി തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും പിന്നെ കുറച്ച് മൈദപ്പൊടി രണ്ടും കൂടെ ഞാൻ എപ്പോഴും അധികം അങ്ങനെ രണ്ടും കൂടെ പകുതിയും പൊടി എടുത്തിട്ട് തന്നെയാണ് എപ്പോഴും അങ്ങനെ ദോശ ഉണ്ടാക്കൽ. ചപ്പാത്തിക്കുള്ള പിന്നെ എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗോതമ്പ് പൊടി ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്തു. പക്ഷേ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ചപ്പാത്തി, അതായത് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാനൊരു കൊതി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ രണ്ടും അരിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വെറുതെ കുറച്ച് പച്ചവെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും. നമുക്കിവിടെ ഈ ഡയറക്റ്റ് നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളം നമ്മളങ്ങനെ കുടിക്കാനേ പറഞ്ഞിട്ടില്ല, കുടിക്കാനൊന്നും അങ്ങനെ എടുക്കലില്ല. നമ്മൾ കുടിക്കാനുള്ള വെള്ളം എപ്പോഴും തിളപ്പിച്ച് വെക്കലാണ്. ഇപ്പോൾ രാത്രി തിളപ്പിച്ച് വെച്ചാൽ രാവിലത്തേക്ക് നല്ലപോലെ തണുത്ത് കിട്ടുമല്ലോ. അതേപോലെ തന്നെ രാത്രി ഒരു കലത്തിൽ കുറച്ച് വെള്ളം കൂടി അതേപോലെ കരിങ്ങാലിപ്പൊടി ഇടാതെ കുറച്ച് തിളപ്പിച്ച് വെക്കും. രാവിലെ നമുക്ക് എന്തിലേക്കും ഇതുപോലെ ഒഴിക്കണമെങ്കിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ പൊടികളൊക്കെ അരിച്ച് റെഡിയാക്കി വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളം അങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ കട്ടയായിട്ട് ഇരിക്കാതെ എല്ലാം നല്ല എന്താ പറയുക മിക്സായിട്ട് വരും. തേങ്ങ 2 കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങ കുറച്ച് ചിരകി ഇടണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ അട ഉണ്ടാക്കുകയാണെങ്കിൽ ശർക്കരയും തേങ്ങയും അങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പ്ലെയിനായിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ തേങ്ങ ഇടണ്ടാന്ന് പറയും. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ അതവിടെ തന്നെ വെച്ചാൽ അത് ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കണം. നല്ല ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് തേങ്ങ അത് അങ്ങനെ കൊട്ടഴിഞ്ഞ് പോന്നിട്ടുണ്ടാകും, അത് ചിരട്ടേന്ന് പോന്നിട്ടുണ്ട് തോന്നുന്നത്. ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളിവിടെ ആവശ്യത്തിന് തേങ്ങയൊക്കെ എന്താ പറയുക എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കണമല്ലോ. അപ്പോൾ അധികം തേങ്ങ അരച്ച് കുറേ ഇങ്ങോട്ട് ഉണ്ടാക്കണതൊക്കെ ഒഴിവാക്കും. തേങ്ങ ഉണ്ടെങ്കിൽ ലാവശ്യമായിട്ട് എല്ലാത്തിലേക്കും തേങ്ങ ഇടുകയും ചെയ്യും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ നമ്മുടെ അരി ഒന്ന് കഴുകട്ടോ. റേഷൻ അരി ആയതുകൊണ്ടാണ്. അല്ലെങ്കിലും അരി ഇട്ടണ, അതായത് പച്ചവെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെ അരി ഇടാൻ പോകുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് കോരിയിട്ട് ആ അരി ഒന്ന് കഴുകിയിട്ട് അതിട്ടാലൊരു സമാധാനമാണ്. അങ്ങനെ അപ്പോൾ ആ അരി ഇട്ടു. ഇനി 1-2 ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക. തിളയ്ക്കുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക.
അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ദോശ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പും മൈദയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ദോശയാണ്. പിന്നെ അതിലേക്ക് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമല്ലോ, മുട്ട ഇടുന്നില്ല എന്ന് മാത്രം. മുട്ട ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലൊരു 3 ഉണ്ട്, പക്ഷെ അത് എടുക്കണില്ല ഞാൻ. പകരം ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ കുത്തിയരിഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി റോസ്റ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അരിയാൻ നിന്നപ്പോഴത്തേക്കും നമ്മളെ എന്താ പറയുക അരി ഇട്ട് കൊടുത്തിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തിളച്ച് ഗ്യാസിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് റൈസ് കുക്കറിലേക്ക് അതുകൊണ്ട് ഇറക്കി വെക്കട്ടെ, എന്നിട്ട് പിന്നെ അരിയാനും പിടിക്കാനും നിന്നാൽ പിന്നെ സമാധാനത്തോടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഈ റേഷനരി ഇപ്പോൾ കിട്ടിയത് നല്ല ചോറഞ്ഞി, അതായത് നല്ല ചോറഞ്ഞിയാണ് കേട്ടോ. അത് ഇതിന് മുമ്പത്തെ നമുക്ക് അരി ഉണ്ടായിരുന്നു, അത്ര നല്ലൊരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന അരി ഒരുപാട് സമയം റൈസ് കുക്കറിൽ അങ്ങനെ ഇറക്കി വെച്ചാലും ഒരു 1 അവറൊക്കെ അങ്ങനെ ഇരുന്നാലും പെട്ടെന്നൊന്നും അങ്ങനെ വെന്ത് പോകില്ലായിരുന്നു. പക്ഷേ ഇത് ഒരു മാക്സിമം ഒരു 20 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നന്നായിട്ട് വെന്തതാവും, പായസമായി പോകും. പിന്നെ കുറച്ച് ശർക്കര ഇട്ടാൽ മതിയാവും. അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഉള്ളിയും തക്കാളിയും അതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം, അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയൊക്കെ അങ്ങനെ പേസ്റ്റാക്കി ഇട്ടൊന്നുമല്ല, ജസ്റ്റ് എല്ലാം കൂടെ അരിഞ്ഞ് അങ്ങോട്ട് ഇടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മുട്ട വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് അതിൽ ഇടുകയും ചെയ്യാം, പക്ഷേ മുട്ട എടുക്കണില്ല. പിന്നെ ആരും വലിയൊരു മുട്ടപ്രിയ അല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കണില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ കുറേ ദിവസമായിട്ടുണ്ട് ഇങ്ങനെ മോർണിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട്, കുറേ ദിവസമായിട്ടോ. ചിലപ്പോൾ ഭയങ്കര മടി വരും. നമുക്ക് ശരിക്കും ഇത്ര നേരത്തെ എണീക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനിന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നേരത്തെ എണീറ്റത്. അല്ലെങ്കിൽ ഒരു 5 മണി, അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ 6 മണിക്ക് എണീറ്റാലും 7 മണി ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാ കാര്യങ്ങളും കഴിയും. ഇത് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസമാണെങ്കിൽ നമ്മൾ ക്യാമറ അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ സമയം പോവല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റിട്ട്, പിന്നെ നമ്മൾ എണീറ്റ് വന്ന് നമ്മളൊരു ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് വരിക. അപ്പോൾ തന്നെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങനെ പോകും. ഞാൻ പറഞ്ഞില്ല 4:45 എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഷായൊക്കെ വന്ന് വിളക്കത്തിക്കലും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 5:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞ് വെക്കാനുള്ളതൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഇതാക്കണ് നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ളത് മാവൊക്കെ റെഡിയായി. ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പയറൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും ചുവന്ന മുളകും വറ്റൽമുളകും എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉണക്കമീൻ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ തിരുമ്മി അതും അങ്ങനെ വെച്ചു. അപ്പം ഇനി നമുക്ക് ഓരോന്നിങ്ങനെ കുക്ക് ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പ് ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അതിൽ നമുക്കിനി അപ്പം ഉണ്ടാക്കിയെടുക്കാം. അവിടെ ഒരു ചെറിയ അടുപ്പിൽ കുറച്ച് ലോ ആയിട്ടാണ് തീ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അപ്പം ഉണ്ടാക്കാൻ നല്ലതാണ്, ഒരുപാട് തീയാവില്ലല്ലോ. ഇപ്പുറത്ത് ഞാൻ നമ്മളെ പയറൊക്കെ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തു. പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളെ പയറും നേന്ത്രക്കായും പച്ചമുളകും നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കും. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ പയറും കായും വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ വറവിട്ടെടുത്താലും ടേസ്റ്റാണ്. എങ്ങനെ ആയാലും എനിക്കിഷ്ടമാണ്, കാരണം പയറും ഇഷ്ടമാണ് നേന്ത്രക്കായും ഇഷ്ടമാണ്. രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കണം ഒന്നും കൂടെ ഇഷ്ടം. പ്രത്യേക ഒരു സ്മെല്ലാണത് ഇങ്ങനെ വെന്ത് വരുമ്പോണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇനി ഉപ്പ് ഞാനിപ്പോൾ ചേർക്കണില്ല, കായ ഒന്ന് വെന്ത് വരട്ടെ അപ്പത്തി എന്നിട്ട് ചേർക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നേന്ത്രക്കായ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊരു വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച്, ഒരുപാടും ചേർക്കാനുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ല ലോവും അല്ല എന്നാൽ നല്ല ഫുൾ ഫ്ലെയിമിലല്ല, അതിൻ്റെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അത് അവിടെ കിടന്ന് വേവട്ടെ.
അങ്ങനെ നമ്മൾ ഉപ്പേരിക്കായി അതൊക്കെ പാത്രം ഒഴിച്ച് വെച്ചു. പിന്നെ ദോശ ഉണ്ടാക്കി തീർന്നു. പിന്നെ ഞാൻ മീനിരുന്നു കേട്ടോ, ഉണക്കമീൻ വറുത്തു. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി അതേ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ നമ്മളെ ഉള്ളി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇടയ്ക്ക് ഇത്രയും ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുക. മുട്ട ചേർക്കണില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എന്താ പറയുക, ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം ആവശ്യത്തിന് എത്രയാണോ വേണ്ട അത്രയും ചേർക്കുക. പിന്നെ ഒട്ടും വെള്ളം ചേർക്കണില്ല കേട്ടോ. സിമ്മിലിട്ടിട്ട് നമ്മൾ മസാലപ്പൊടിയൊക്കെ മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ തക്കാളീൻ്റെ ആ ഒരു കുറച്ചൊരു ജ്യൂസ് ഉണ്ടാവുമല്ലോ, അതിൽ കിടന്ന് ബാക്കിയുള്ളതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും. ഇതിങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ ആദ്യം അടച്ച് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അടപ്പ് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്നും കൂടി ഇങ്ങനെ 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു ഗ്രേവിക്ക് തന്നെ. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കണില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കിച്ചണൊക്കെ ഒന്ന് ആ ഒരു സമയം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്, ആ പാത്രങ്ങളൊക്കെ കഴുകണം. അതിൻ്റെ ഇടയിൽ ഭയങ്കര വെള്ളത്തിന് ദാഹം കേട്ടോ. ചില ദിവസം എണീറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര ദാഹവും, അപ്പോൾ വെള്ളം കുടിക്കും. അല്ലാതെ ഇതിങ്ങനെ ഒരു ഡെയിലി റൊട്ടീനൊന്നും അല്ല കേട്ടോ. രാവിലെ എണീറ്റ് ആ വെള്ളം കുടിക്കുക എന്നുള്ളത് വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ പറയണ്ടല്ലോ. പക്ഷേ ചില സമയത്ത് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ല ദാഹം തോന്നിയാൽ അപ്പോൾ വെള്ളം കുടിക്കും. അപ്പോൾ അത് ഇത്രയും സമയമായപ്പോഴത്തേക്കും എന്തോ തൊണ്ടയ്ക്ക് ഡ്രൈ ആയപ്പോൾ തോന്നി. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. പാത്രം കഴുകി വെച്ചിട്ട് ഗ്യാസിൽ നമ്മുടെ സ്റ്റൗവിൽ കുക്കിംഗ് കഴിഞ്ഞാലുള്ള സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക, നമ്മുടെ അടുപ്പത്തിരിക്കുന്ന സാധനം എന്തായി നോക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ നല്ല സെറ്റായിട്ട് നല്ല ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം എന്താ പറയുക തുറന്ന് വെച്ചിട്ടൊന്ന് അങ്ങോട്ട് കുക്ക് ചെയ്താൽ പിന്നെ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഉള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം അതാ എല്ലായിടം ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം കമഴ്ത്തി വെച്ചു. നമ്മൾ സ്റ്റൗവൊക്കെ തുടച്ച് വൃത്തിയാക്കി. ഇന്നത്തെ കുക്കിംഗ് പരിപാടികളും ഏകദേശം തീർന്നു എന്ന് പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുക്കളയിൽ ഇവരൊക്കെയാണുള്ളത്. നമ്മുടെ റേഷനരി വെച്ചിട്ടുള്ള ചോറ്, പയർ, നേന്ത്രക്കായ, ഒക്കെ ഉപ്പേരി, കുറച്ച് കട്ടൻ ചായ. കട്ടൻ ചായൻ്റെ ആളാരാന്നറിയാമല്ലോ അല്ലേ. പിന്നെ നമ്മളെ മൈദയും ഗോതമ്പൊടി വെച്ചുള്ള ദോശ, അതാണ് റോസ്റ്റ്, ഉള്ളി റോസ്റ്റ്. പിന്നെ ഉണക്കമീൻ വറുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മളെ മുളകില്ലേ, വറുത്തെടുക്കണം മുളക്, അതും കൂടെ ഞാനിട്ട് മൂപ്പിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമാകുമ്പോൾ കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് റീഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 ദോശയൊക്കെ എടുത്ത് ചായ കുടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം റീഡിങ്ങിന് പോകാൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ ലഞ്ച് ബോക്സ് ഒന്നും മക്കൾക്ക് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഇന്ന് ക്ലാസ്സില്ല, എക്സാമിൻ്റെ സ്റ്റഡി ലീവാണ്. പിന്നെ കിച്ചുമോൾക്ക് ഇന്ന് ഉച്ചവരെ അല്ല, ഇന്ന് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവർ സെൻഡ് ഓഫ് ഒക്കെയാണ്. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫുഡുണ്ട്, ബിരിയാണി, അങ്ങനെ എന്തൊക്കെയോ സെലിബ്രേഷനാണ്. അപ്പോൾ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അതൊന്നും ഞാൻ കാണിച്ചില്ല, ഞാൻ പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.